കത്തോലിക്ക സഭയുടെ മതബോധനത്തെക്കുറിച്ചുള്ള അറിവും പഠനവും വിശ്വാസികളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഫ്രാൻസിസ് പാപ്പ ഇക്കാര്യം ആഹ്വാനം ചെയ്തത്. യുവജനങ്ങൾക്കും പ്രായമുള്ളവർക്കും മാത്രമല്ല ഈ ധർമ്മം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ മതബോധനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഈസ്റ്റർ ഞായർ അധ്യാപകർക്ക് പ്രവർത്തിദിനമാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം അപലപനീയമാണെന്ന് KRLCC. ഇഷ്ടമുള്ള മതവിശ്വാസം അനുഷ്ഠിക്കാനും ആചരിക്കാനും പ്രചരിക്കാനും പൗരന് ഭരണഘടന നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണ് ഈ തീരുമാനമെന്ന് KRLCC വിലയിരുത്തി. തീരുമാനം അടിയന്തരമായി തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും KRLCC നിവേദനം നൽകി. ആംഗ്ലോ ഇന്ത്യൻ വിദ്യാഭ്യാസ സംവരണ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പ്രൊഫഷണൽ കോളേജുകളിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർക്ക് 3% സംവരണം നൽകിക്കൊണ്ട് ഉത്തരവുണ്ടെങ്കിലും അത് PG കോഴ്സുകൾക്ക് ഇപ്പോൾ ലഭ്യമല്ല. ഇക്കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിൽ 3 മാസത്തിനകം ഹർജിക്കാരന്റെയും മറ്റുള്ളവരുടെയും വാദം കൂടി കേട്ട് ഹാജരാക്കുന്ന രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് CPയുടെ ഉത്തരവ്. ഫ്രഞ്ച് ഗവൺമെന്റ് അടുത്തിടെ പ്രഖ്യാപിച്ച ദയാവധത്തിനുള്ള ബില്ലിനെ ശക്തമായി അപലപിച്ച് രാജ്യത്തെ കത്തോലിക്ക ബിഷപ്പുമാർ. രാജ്യത്ത് എയ്ഡ് ഇൻ ഡൈയിങ് നിയമവിധേയമാക്കാനുള്ള നിർദ്ദേശം മെയ് മാസത്തിൽ പാർലമെന്റ് പരിശോധിക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ധന്യനായി പ്രഖ്യാപിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തായുടെ പുണ്യജീവിതം സഭയും സമൂഹത്തിനും പ്രചോദനവും പ്രേരകാശക്തിയുമായിരുന്നുവെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസിലിയോസ് ക്ലീമിക്സ് ബാവ. പട്ടം സെന്റ് മേരീസ് മേജർ എപ്പാർക്കിയൽ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന കൃതജ്ഞതാബലി മധ്യേ വചന സന്ദേശം നൽകുകയായിരുന്നു ബാവ.